Good morning, students. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കോൺവെക്സിറ്റി. നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മെഷറിംഗ് ഓഫ് ബോണ്ട് പ്രൈസ് വൊളാറ്റിലിറ്റി ആയിരുന്നു. അതിലെ ഫസ്റ്റ് മെത്തേഡായിരുന്നു ഡ്യൂറേഷൻ, സെക്കൻഡ് മെത്തേഡാണ് കോൺവെക്സിറ്റി. നമുക്ക് എന്താണ് കോൺവെക്സിറ്റി എന്ന് നോക്കാം. What is convexity? It's a measure of convexity means it's a measure of curvature or degree of the curve in the relationship between bond price and bond yield. ബോണ്ടിന്റെ പ്രൈസും ബോണ്ടിന്റെ ഈൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന കർവേച്ചർ നേച്ചറിൽ നമ്മൾ കാണിക്കുന്ന ഒരു മെഷറാണ് എന്താ കോൺവെക്സിറ്റി എന്നത്. കർവേച്ചർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആ കർവിന് ഒരു ചെരിവുണ്ടായിരിക്കും അല്ലേ. നമുക്കറിയാം ഒരു കർവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല രീതിയിൽ ആവാം അല്ലേ. അങ്ങനെ പല രീതിയിലാവുന്ന ആ ഒരു കർവിൻ്റെ ആ ഒരു ചെരിവ്, വളവ്, അതാണ് കർവേച്ചർ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു കർവിൽ നോക്കിയിട്ട് ദി ഡിഗ്രി ഓഫ് ദി കർവ് ഇൻ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒരു കർവ് നോക്കിയിട്ട് എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് ത്രൂ കോൺവെക്സിറ്റിയിൽ നമ്മൾ പറയുന്നത്. കോൺവെക്സിറ്റി demonstrates how the duration of the bond changes as the interest rate change. Interest rate change ചെയ്യുന്ന അനുസരിച്ച് എങ്ങനെയാണ് how the duration of bond changes as the interest rate change ചെയ്യുന്നതനുസരിച്ച് ഡ്യൂറേഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. Portfolio manager will use convexity as a risk management tool. It's a risk management tool ആണ്. measure and manage the portfolio exposure to interest rate risk. നമുക്കറിയാം ഏറ്റവും വലിയ റിസ്ക് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഉപയോഗിക്കുന്ന പോർട്ട്ഫോളിയോ മാനേജേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു റിസ്ക് മാനേജ്മെന്റ് ടൂൾ തന്നെയാണ് കോൺവെക്സിറ്റി എന്ന് പറയുന്നത്. ത്രൂ ദി കർവേച്ചർ റിലേഷൻഷിപ്പ്, ഒരു കർവേച്ചർ നേച്ചർ ഓർ ഡിഗ്രി ഓഫ് ദി കർവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോണ്ട് പ്രൈസ് ആൻഡ് ബോണ്ട് ഈൽഡ്. ബോണ്ട് പ്രൈസും ബോണ്ട് ഈൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ത്രൂ ഒരു കർവിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നു. എത്രത്തോളം കർവേച്ചർ നേച്ചർ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് നമ്മൾ ത്രൂ നോക്കുന്ന കോൺവെക്സിറ്റികൾ. ഇതൊരു മാത്തമാറ്റിക്കൽ ടേം ആണ്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് കോൺവെക്സിറ്റി എന്നുള്ള ഒരു ടേം. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് എന്താണ് മനസ്സിലാക്കിയിരുന്നത്. In finance, bond convexity is a measure of the non-linear relationship of bond price to changes in the interest rate. ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച്, അതായത് നമ്മളിപ്പോൾ എന്താണ് പറയുന്നത്, കഴിഞ്ഞ സ്ലൈഡിൽ ബോണ്ട് പ്രൈസും അതോടൊപ്പം ഈൽഡ് എന്നാണ് പറയുന്നത്. അതായത് ഈൽഡിൽ എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാകുന്നത്, ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച്. സോ സെയിം തന്നെയാണ്, നോൺ ലീനിയർ റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദി സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ഓഫ് പ്രൈസ് ഓഫ് ദി ബോണ്ട് വിത്ത് റെസ്പെക്ട് ടു ദി ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് നമുക്കറിയാം ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലെ, ഇറ്റ്സ് എ അണ്ടർലൈങ് അസറ്റ്സ് അല്ലെ. ഇറ്റ്സ് വാല്യൂ ഇസ് ഡിപ്പെൻഡ് അപ്പോൺ ദി അണ്ടർലൈങ് അസറ്റ്സ്. ഒരു അണ്ടർലൈങ് അസറ്റ്സിനെ വെച്ചിട്ട് നമ്മൾ ഒരു വാല്യൂ പറയുന്നതാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് അല്ലെ. ഡെറിവേറ്റീവ് മാർക്കറ്റ് അല്ലെ, നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ വൺ ഓഫ് ദി ഫേമസ് ഓർ വൺ ഓഫ് ദി പോപ്പുലർ മാർക്കറ്റാണ് ഈ ഡെറിവേറ്റീവ് മാർക്കറ്റ്. നിങ്ങൾ IFS ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും ഡെറിവേറ്റീവ്സ് എന്താണെന്ന്. അപ്പം ഇൻ കേസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ഇതൊരു സെക്കൻഡ് ഡെറിവേറ്റീവ് തന്നെയാണ്. ഡ്യൂറേഷൻ ഇസ് ദി ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോൺവെക്സിറ്റി ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബോണ്ടിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻ ജനറൽ ദി ഹയർ ദി ഡ്യൂറേഷൻ മോർ സെൻസിറ്റീവ് ദി ബോണ്ട് പ്രൈസ്. നമുക്ക് ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് ബോണ്ടിന്റെ പ്രൈസ് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും ടു ചേഞ്ചസ് ഇൻ ദി ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ്സ് എന്നുള്ള ബോർഡ് കൊണ്ട് അധികമൊന്നും നിങ്ങൾക്ക് കൺഫ്യൂസ് ചെയ്യേണ്ട. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ അവർ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇറ്റ്സ് വാല്യൂ ഓർ പ്രൈസ് ഡിപ്പെൻഡ് അപ്പോൺ ദി അണ്ടർലൈങ് അസറ്റ്സ് ആണ്. ഏതെങ്കിലും ഒരു അണ്ടർലൈങ് അസറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിൽ ചെയ്യാറുണ്ടല്ലേ. പ്രോപ്പർട്ടീസ് ഒക്കെ സെയിൽ ചെയ്യുന്ന
ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് എഗ്രിമെന്റ് ചെയ്യാറുണ്ട് അല്ലെ. ആ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്തിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? അവിടെ ഒരു പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ, ആ പ്രോപ്പർട്ടീസിനെ വെച്ചിട്ടാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടീസിനെ വെച്ചിട്ട് ചെയ്യുമ്പം ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എവിടെയാണ്? ആ ഒരു പ്രോപ്പർട്ടീസിന്റെ വാല്യൂ ആയിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫോർ അതർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഫ്യൂച്ചറിൽ വാങ്ങാമെന്നും പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് വെക്കുകയാണെങ്കിൽ ആ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് ആ ഒരു എഗ്രിമെന്റിന്റെ പ്രൈസ് എന്തിനാണ് ഡിറ്റർമൈൻ ചെയ്യുക? എന്ത് സാധനമാണോ വാങ്ങാം അതിന്റെ പ്രൈസിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുക. സോ അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് എ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് എ ബോണ്ട് കോൺവെർസിറ്റി, the duration is the first derivatives and second derivatives is the convexity ആണ്. ഒന്നെങ്കിൽ നമുക്ക് കോൺവെർസിറ്റിനെ വെച്ചിട്ട് എന്ത് പറയാം, ബോണ്ട് പ്രൈസ് പറയാം, അല്ലെങ്കിൽ ഡ്യൂറേഷൻ വെച്ചിട്ട് എന്ത് പറയാം, ബോണ്ടിന്റെ പ്രൈസിന്റെ വൊളാറ്റിലിറ്റി പറയാം. അപ്പൊ ബോണ്ടിന്റെ പ്രൈസിന്റെ വൊളാറ്റിലിറ്റി ആക്ച്വലി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡ്യൂറേഷനെയോ കോൺവെർസിറ്റിനെയോ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് എ ഡെറിവേറ്റീവ് ഹിയർ മീനിങ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഡെറിവേറ്റീവ്സ് നമ്മുടെ കോൺവെക്സിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഹിയർ നോക്കുക, ഇതാണ് കർവ് അല്ലെ. നമ്മുടെ ഒരു കർവ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് എക്സ് ആക്സിസിൽ നമ്മൾ ബോണ്ടിന്റെ ഈൽഡും കൊടുക്കും, വൈ ആക്സിസിൽ പ്രൈസും കൊടുക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ വേണമെങ്കിൽ വരക്കാം അല്ലെ. സ്ട്രെയിറ്റ് ലൈൻ ആക്ച്വൽ എഫക്റ്റ് നമുക്ക് വരക്കാം. ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ബോണ്ടിന്റെ ഈൽഡും മാക്സിമം ഈൽഡും ബോണ്ടിന്റെ മാക്സിമം പ്രൈസും വെച്ചിട്ട് നമ്മൾ വരച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ ബോണ്ടിന്റെ ഈൽഡ് കൂടുന്നതനുസരിച്ച് ബോണ്ടിന്റെ പ്രൈസിലും എന്തുണ്ടാകും, ചേഞ്ചസ് ഉണ്ടാകും. അത് നമുക്കൊരു കർവിന്റെ ഹെൽപ്പോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. കർവേച്ചർ നേച്ചർ, ഈ കർവിന് എങ്ങോട്ടൊക്കെ മാറ്റം, താഴേക്കാണോ അതേ കർവിന്റെ വളവ് മേലേക്ക് കയറുകയാണോ ചെയ്യുന്നത്, എങ്ങനെയാണോ ആകുന്നത്, ആ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് പറയാം. ഇവിടെ നോക്കുക, നിങ്ങളുടെ ഇവിടെ കേസിൽ നോക്കുക, ഇപ്പം ബോണ്ടിന്റെ ഈൽഡ് നോക്കുക ഫോളോ ചെയ്യണം. ഈൽഡ് കുറയാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും, ഈ ഒരു ഭാഗത്തേക്ക് വരും അല്ലെ. ഈൽഡ് കൂടുന്നതനുസരിച്ച് അങ്ങോട്ട് പോകും. ഇനി ബോണ്ടിന്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് മേലോട്ടാണ് നമ്മൾ ആക്സിസിൽ കൊടുക്കും. അപ്പൊ ബോണ്ടിന്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടും എന്ത് ചെയ്യും, ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മുടെ ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് എന്ത് ചെയ്യും, പ്രൈസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ടും കൂടും അല്ലെ. നമ്മുടെ ഈ ഒരു മിഡിൽ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യും, പ്രൈസ് കൂടുന്നുണ്ടായിരിക്കും. അപ്പൊ ഈൽഡ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ഓഫ് പ്രൈസ് ഇൻക്രീസ് വെൻ ദി ഈൽഡ് ഫാള്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്, പ്രൈസ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ടും ഈൽഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും, കർവിന്റെ നേച്ചർ മാറും അല്ലെ, പ്രൈസ് കൂടുകയില്ല. ഇനി നമ്മൾ അടുത്ത് നോക്കുക, ഡിക്രീസ്, പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നത് വെൻ ദി ഈൽഡ് ഇൻക്രീസ്. ഈൽഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, പ്രൈസ് ബോണ്ടിന്റെ ഈൽഡ് കൂടുന്നത് അനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ നോക്കുക ഇങ്ങോട്ട് പ്രൈസ് കുറവാണ് അല്ലെ. അപ്പോൾ കണ്ടോ ഈൽഡ് കൂടുന്നു. അപ്പോൾ എന്ത് ചെയ്യും, കർവ് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോൾ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ കർവ് അങ്ങനെയാവും, ഈ കർവിന്റെ ആ ഒരു ഷേപ്പിൽ നിന്ന് ചേഞ്ചസ് ഉണ്ട്. ഇവിടെ നിന്ന് എങ്ങോട്ടായി, ഇങ്ങോട്ട് ആയി അല്ലെ, ഇങ്ങോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. ഇതാണ് കർവേച്ചർ നേച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു കർവിന്റെ വളവിനെ വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഷേപ്പിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോണ്ട് പ്രൈസിനെ കുറിച്ച് നമുക്ക് പറയാം. കോൺവെക്സ് പ്രൈസ് yield curve for a given coupon yield and maturity വെച്ചിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്, നമ്മളുള്ള മെച്യൂരിറ്റി yield. അപ്പോൾ ഇതാണ് നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റും ഓവർ എസ്റ്റിമേഷനും ഉണ്ടായിരിക്കും അല്ലെ. ഓവർ എസ്റ്റിമേഷൻ ഓഫ് എ പ്രൈസ് ഡിക്രീസ് വെൻ ദി yield ഇൻക്രീസ്. yield ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നുള്ള ഒരു ഓവർ എസ്റ്റിമേഷൻ ആണ്. ഇവിടെ അണ്ടർ എസ്റ്റിമേഷനും നടത്തും. അതിന്റെ ബേസിൽ എന്ത് ചെയ്യും, നമ്മുടെ നോർമലി ഉണ്ടാവുന്ന ഇതൊരു ഈ ഒരു സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ മാർക്കറ്റ് ആണ്. ആ നോർമൽ മാർക്കറ്റ് കണ്ടീഷനിൽ എന്ത് ചെയ്യും, കർവിന് എന്ത് ചെയ്യും, ചേഞ്ചസ് ഉണ്ടാവും. ദാറ്റ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അതായത് ഇതാണ് ഈ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം, ഇതാണ് നമ്മുടെ കോൺവെക്സിറ്റി എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇത് ഈ ഒരു ഭാഗം ഇവിടെയാണ് നമ്മുടെ കർവിന് മാറ്റം വന്നിട്ടുള്ളത്. ഈ കർവിന്റെ ഷേപ്പിന് എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് നിൽക്കും. ഓക്കെ, ദാറ്റ്സ്
ഉണ്ട്. ഇത് വേറെ രണ്ട് ബോണ്ടിന്റെ പ്രൈസ് വെച്ചിട്ട് പറയുന്നുണ്ട്, ബോണ്ട് എയും ബോണ്ട് ബി. ഇങ്ങനെ കോൺവെക്സിറ്റി നമുക്ക് പല രീതിയിൽ വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം ഈ കർവിന്റെ ഇത് വെച്ചിട്ട്. അപ്പോൾ ഡ്യൂറേഷൻ ഈൽഡ് കൂടുതലും ഡ്യൂറേഷനും കൂടും അല്ലേ. ഈൽഡും നമുക്ക് ബോണ്ട് പ്രൈസും പറയുമ്പോൾ നോക്കുക ഓരോന്ന്. ബോണ്ടിന്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് ചെയ്യും, ഈൽഡ് കൂടുന്നുണ്ടായിരിക്കും. അതായത് ഈൽഡ് കൂടിക്കഴിഞ്ഞാൽ ബോണ്ടിന്റെ പ്രൈസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ടും കുറയുന്നുണ്ട്. നമുക്ക് ഇവിടെ ഈൽഡ് കൂടി, പ്രൈസ് എന്ത് ചെയ്ത് കുറഞ്ഞു, ഈൽഡ് കുറഞ്ഞു, പ്രൈസ് എന്ത് ചെയ്ത് കൂടി. ഇപ്പം എന്ത് ചെയ്യും, ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ ഈ കർവേച്ചർ നേച്ചർ, അതായത് ഈ കർവ് എന്ത് ചെയ്യും, ചേഞ്ചസ് ഉണ്ടാവും അതനുസരിച്ച്. ദാറ്റ്സ് എ ബോണ്ട് എൻ്റെയും ബിൻ്റെയും രണ്ട് ബോണ്ടിൻ്റെ കേസാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. Convexity is a risk management tool used to measure and manage a portfolio exposure to market risk. Convexity is measure of a curvature in the relationship between bond price and bond yield. Bond price and bond yield തമ്മിലുള്ള curvature nature ആണ് convexity is a measure ആണ്. ഇതാണ് ഇതിന്റെ meaning. കോൺവെക്സിറ്റിന്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് Convexity demonstrates how the duration of the bond changes as the interest rate change. അതായത് ആക്ച്വലി കോൺവെക്സിറ്റിയിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്താണ്, ഡ്യൂറേഷൻ എങ്ങനെയാണ് ചേഞ്ചസ് ആകുന്നത് as the interest rate changes ചെയ്യുന്നത്. If a bond duration increase as yield increase, the bond is said to have negative consequence. A bond duration increase ചെയ്യുമ്പോൾ as yield increase, yield increase ചെയ്യുമ്പോൾ ബോണ്ടിന്റെ ഡ്യൂറേഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എ ബോണ്ട് ഈസ് സെറ്റ് ടു ബി ഹാവ് നെഗറ്റീവ് കോൺവെക്സിറ്റി ആയിരിക്കും അല്ലേ. yield കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ബോണ്ടിന്റെ പ്രൈസ് കുറയും, അപ്പം നെഗറ്റീവ് ആണ്. ഇഫ് എ ബോണ്ട് ഡ്യൂറേഷൻ റൈസ് ആൻഡ് yield fall, ബോണ്ട് ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ yield fall ചെയ്യണേ ബോണ്ട് ഈസ് സെറ്റ് ടു ഹാവ് പോസിറ്റീവ് കോൺവെക്സിറ്റി എന്നാണ് നമ്മൾ പറയുക. ഓക്കെ. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കോൺവെക്സിറ്റിയെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നാൽ മതി. Okay, bye.